ഹലോ സ്റ്റുഡൻസ്, +1 അക്കൗണ്ടൻസിയിലെ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് രണ്ട് രീതിയിലാണ്. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ഡു നോട്ട് അഫക്റ്റ് ദ ട്രയൽ ബാലൻസും ആൻഡ് അഫക്റ്റ് ദ ട്രയൽ ബാലൻസും. ഇന്ന് നമ്മൾ ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യാത്ത എറേഴ്സിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്യുന്നതാണ് നോക്കുന്നത്. ഈ എറേഴ്സ് രണ്ടോ അതിലധികമോ അക്കൗണ്ട്സിൽ വരാം. അതുകൊണ്ട് തന്നെ ഇതിനെ ടു സൈഡഡ് എറേഴ്സ് എന്ന് പറയുന്നു. ഇതിനെ നമുക്ക് റെക്ടിഫൈ ചെയ്യുന്നത് സിമ്പിളായിട്ട് ജേർണൽ എൻട്രി റെക്കോർഡ് ചെയ്തുകൊണ്ട്, അതായത് കറക്റ്റ് ഡെബിറ്റും കറക്റ്റ് ക്രെഡിറ്റും കൊടുത്തുകൊണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒമിഷൻ നടന്നു, അങ്ങനെയാണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. അതായത് അതേപോലെ റോങ് ആയിട്ട് റെക്കോർഡ് ചെയ്തു, എന്നിട്ട് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുക. ഒരു ട്രാൻസാക്ഷൻ നോക്കുക. എക്സാമ്പിൾ പറയുവാണ്, ക്രെഡിറ്റ് സെയിൽസ് ടു മോഹൻ ₹10,000 നോട്ട് റെക്കോർഡഡ് ഇൻ സെയിൽസ് ബുക്ക്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, സോറി. അതായത് മോഹന് ക്രെഡിറ്റ് സെയിൽസ് നടത്തി 10,000 രൂപ, അത് സെയിൽസ് ബുക്കിലേ റെക്കോർഡ് ചെയ്തില്ല. റെക്കോർഡ് ചെയ്യാത്ത കാര്യം നമ്മളങ്ങ് റെക്കോർഡ് ചെയ്യുന്നു. എങ്ങനെയാണ് ക്രെഡിറ്റ് സെയിൽസ് വരുവാണെങ്കിൽ, നോർമലി പാർട്ടീസ് അക്കൗണ്ട് ടു സെയിൽസ്. സോ ഇവിടെ മോഹൻ അക്കൗണ്ട് ടു സെയിൽസ്. അടുത്ത എന്താണ്, ക്രെഡിറ്റ് സെയിൽസ് ടു മോഹൻ ₹10,000 വേർ റെക്കോർഡഡ് ആസ് ₹1,000 ഇൻ ദ സെയിൽസ് ബുക്ക്. അതായത് മോഹന് നടത്തിയ ക്രെഡിറ്റ് സെയിൽസ് 10,000 രൂപയായിരുന്നു, പക്ഷേ അത് 1,000 രൂപയായിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. അന്നേരം അവർ തെറ്റായിട്ട് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്? സോ അവർ തെറ്റായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 1,000 രൂപയെന്നല്ലേ റെക്കോർഡ് ചെയ്തേക്കുന്നത്. ദാറ്റ് ഈസ് മോഹൻ അക്കൗണ്ട് ടു സെയിൽസ് 1,000 എന്നാണ് അവർ തെറ്റായിട്ട് റെക്കോർഡ് ചെയ്തേക്കുന്നത്. പക്ഷേ കറക്റ്റായിട്ട് എങ്ങനെയായിരുന്നു റെക്കോർഡ് ചെയ്യേണ്ടത്? മോഹൻ അക്കൗണ്ട് ടു സെയിൽസ് 10,000 എന്നായിരുന്നു. സോ ആദ്യമേ തെറ്റായിട്ട് അവരെന്തുവാണ് എഴുതിയേക്കുന്നത് ആ ഒരു എൻട്രി എഴുതുക. കറക്റ്റ് എന്താണ് വരേണ്ടത് അത് രണ്ടാമത് കൊടുക്കുക. ദെൻ മൂന്നാമത് എങ്ങനെയാണ് വരേണ്ടത്? കറക്റ്റായിട്ട് എങ്ങനെയാണ് വരേണ്ടത്? മോഹൻ അക്കൗണ്ട് ടു സെയിൽസ് 9,000. കാരണം എന്താ, 10,000 എന്നുള്ള സാധനമാണ് അവർ 1,000 റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അന്നേരം അത് മാറ്റണം. എത്ര രൂപ അവർ കൂട്ടി റെക്കോർഡ് ചെയ്തു? 9,000. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? മോഹൻ അക്കൗണ്ട് ടു സെയിൽസ് 9,000 എന്ന് കാണിച്ചാൽ മതി. ദെൻ എന്താ, ക്രെഡിറ്റ് സെയിൽസ് ടു മോഹൻ ₹10,000 വേർ റെക്കോർഡഡ് ആസ് ₹12,000. നേരത്തെ പോലെ തന്നെയാണ് 10,000 രൂപയുടെ റെക്കോർഡ് ചെയ്യേണ്ട സാധനം 12,000 എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തു. അപ്പോൾ അവർ തെറ്റായിട്ട് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്? മോഹൻ അക്കൗണ്ട് ടു സെയിൽസ് 12,000. കറക്റ്റ് എങ്ങനെയായിരുന്നു വരേണ്ടത്? മോഹൻ അക്കൗണ്ട് ടു സെയിൽസ് 10,000. സോ നമ്മുടെ കറക്റ്റ് റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെ വരും? 2,000 രൂപയല്ലേ കൂട്ടി കാണിച്ചേ. സോ മോഹൻ അക്കൗണ്ട് ടു സെയിൽസ് 2,000 എന്ന് കാണിക്കണം. ഓക്കെ, അന്നേരം ആദ്യമേ തെറ്റായ എൻട്രി എഴുതുന്നു, രണ്ടാമത് എന്താ ശരിയായിട്ടുള്ള എൻട്രി എഴുതുന്നു, ദെൻ റെക്ടിഫിക്കേഷൻ എൻട്രി. അങ്ങനെ വേണം എഴുതാൻ ട്രാൻസാക്ഷൻ വരുമ്പോൾ. ഓക്കെ.